പെരുവന മാറാട്ടുപുഴ പൂരം ദേവസംഗമം എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൽ പുറകിൽ കേൾക്കുന്ന നിരവധിയായ കഥകളുണ്ട്. ആ കഥകളെല്ലാം ജനിച്ച മണ്ണാണ് നമ്മളീ കാണുന്ന തൊടുകുളവും നറുകുളങ്ങര ക്ഷേത്രവുമൊക്കെ. പെരുവന മാറാട്ടുപുഴ പൂരം കഴിഞ്ഞ് ഗ്രാമബലിയും കഴിഞ്ഞ് ചാത്തക്കുടം ശാസ്താവും തിരുവള്ളക്കാവ് ശാസ്താവും തൊടുകുളത്തിൻ കരയിൽ വിശ്രമിക്കുകയാണ് പകൽപൂരത്തിനായി. അത്തന്നാളിലെ തൊടുകുളക്കരയിലെ ഈ ദേവന്മാരുടെ വിശ്രമത്തിനും പറയാനായി വലിയൊരു കഥയുണ്ട്. പൂരം നടത്തിപ്പിൻ്റെ കഥ. പൂരം നടത്തിപ്പ് കഴിഞ്ഞ് പൂരം നടത്തിയ എല്ലാ ഇടങ്ങളിലും നാട്ടിട വഴികളിലെ നാൽക്കവലകളിൽ പ്രധാന കുളങ്ങളിൽ അങ്ങനെയുള്ളിടത്തൊക്കെ ബലി തൂവിക്കഴിഞ്ഞ് ഉള്ള ഇരിപ്പാണ്. ആ ഇരിപ്പിന് നേരത്ത് നമുക്ക് ഈ ചടങ്ങുകൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് സമർപ്പണം എന്നാണ് അർത്ഥം തന്നെ വരുന്നത്. എന്ന് വെച്ചാൽ ഒരുതരം നേദ്യത്തിൻ്റെ മറ്റൊരു രൂപമാണ്. നേദ്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 7 തള പാകം, അതിൽ ശർക്കരയും നാളികേരവും പൂവും വെച്ചാൽ നേദ്യം. ബലി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 തള പാകം എന്നാണ് കണക്ക്. അതിങ്ങനെ വിട്ടിരിക്കണം എന്ന് വെച്ചാൽ അതിരിക്കണം. ബലിക്ക് മറ്റേ പിതൃക്കൾക്കുള്ള ബലിയാണെന്ന് വെച്ചാൽ 11 തള പാകം, ഉരുട്ടിയാൽ ഉരുള കൂടണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് സമർപ്പണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ബലി വരുന്നത്. അപ്പോൾ ആ ബലി എവിടെയൊക്കെയാണ് ചാത്തക്കുടം ശാസ്താവും തിരുവള്ളക്കാവ് ശാസ്താവും ഒരുമിച്ച് എന്ന് വെച്ചാൽ അതൊരു അപൂർവതയാണ് അങ്ങനെ ഒരുമിച്ച് എഴുന്നള്ളിക്കുക എന്നുള്ളത്. ഒന്ന് പറഞ്ഞു ഹരിയേട്ടാ. ആദ്യമായിട്ട് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ആനയുടെ വായിലാണ് തൂങ്ങുന്നത് ആദ്യം. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൽ, കിഴക്കേ ഗോപുരത്തിൽ തൂങ്ങും. അത് കഴിഞ്ഞ് ഗോപുരം പുറത്ത് കിടന്ന് കിഴക്കേ അതിർത്തി സങ്കല്പിച്ചിട്ട് തൂങ്ങും. അതായത് പെരുവനം ഗ്രാമത്തിൻ്റെ കിഴക്കേ അതിരിലേക്ക് തൂങ്ങി അവിടുന്ന് കയറി പിന്നെ വരുന്ന വഴികളിലെ 4 കൂടിയ വഴികളിലെല്ലാം തൂങ്ങും. പിന്നെ ആല്, ഉത്തമ വൃക്ഷങ്ങൾ, ജലാശയങ്ങൾ, അത് വരുന്ന വഴി കുളം, ക്ഷേത്രക്കുളങ്ങൾ, പുഴകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലും പിന്നെ ക്ഷേത്രങ്ങളിലെ പിടിക്കപ്പറമ്പ്, ക്ഷേത്ര ബലിക്കല്, പിടിക്കപ്പറമ്പ് ക്ഷേത്രക്കുളം, പിന്നെ ഷാരിക്കലമ്പലം. ഷാരിക്കലമ്പലത്തിൽ നിന്ന് നമ്മുടെ കരുവന്നൂർ പുഴയുടെ അവിടെ എത്തുമ്പോൾ കരുവന്നൂർ പുഴയിലേക്ക് തൂവും. പിന്നെ തൊട്ടിപ്പാട്, മുളങ്ങ എന്ന ക്ഷേത്രങ്ങളിലേക്ക് അവിടേക്ക് തൂവും. അവിടുന്ന് കയറി ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ വന്ന് ആറാട്ടുപുഴ തൂവി കൈതകുളത്തിൽ, അതായത് 4 കൂടി വഴിയുണ്ടല്ലോ അവിടെ തൂവി പന്നിശ്ശേരി വഴി പന്നിശ്ശേരി അമ്പലത്തിൻ്റെ മുമ്പിൽ തൂവി ചിറ്റങ്കര അമ്പലത്തിൻ്റെ പുറത്ത് ആ ഗേറ്റിൻ്റെ അവിടെ തൂവി ഊരാ അമ്പലത്തിൽ കിടന്ന് നൈമ്പള്ളി ക്ഷേത്രം, നൈമ്പള്ളി കുളം അവിടെ എല്ലാം ബലി തൂവി. ഊരാ അമ്പലത്തിൽ വരുമ്പോൾ അവിടെ കാണുന്ന ആല് വൃക്ഷങ്ങളിലെല്ലാം ബലി തൂവും. പിന്നെ ഊരാ അമ്പലം പ്രദർശനം വെച്ച് അത് അവിടുത്തെ ബലിക്കല്ലിൽ തൂവി. അവിടുന്ന് തിരുവള്ളക്കാവ് ശാസ്താവിൻ്റെ ഒരു പറയുണ്ട്, അവർ പറ വെച്ച് സ്വീകരിക്കും തിരുവള്ളക്കാവ് ശാസ്താവ്. ആ പറയെടുത്ത് പെരുവനം ക്ഷേത്രത്തിൽ വന്ന് പെരുവനം ക്ഷേത്രത്തിൽ കിഴക്കേ ഗോപുരം വഴി അകത്ത് കിടന്ന് മഠത്തിലപ്പൻ്റെ മഠത്തിലപ്പൻ തൂങ്ങി ഇത് സമർപ്പിച്ചതിന് ശേഷം പിന്നെ ഇവിടെ പടിഞ്ഞാട്ടും വടക്കോട്ടും അതിർത്തികളിലേക്ക് തൂവും. പിന്നെ പെരുവനത്തെ ഇരട്ടയപ്പൻ്റെ ഇതിന് തൂവി ഈ ഗ്രാമവലി കരുവന്നൂർ വരുമ്പോൾ നമ്മൾ ഊഴത്ത് തെക്കേ അതിരിലേക്കാണ്. അതല്ലേ ഊഴത്ത് ശാസ്താവിനെ സങ്കല്പിച്ചിട്ടില്ലേ? ഓക്കെ. ചാത്തക്കുടം ശാസ്താവിൻ്റെ കൂടെ ഹരിയേട്ടൻ്റെ സാന്നിധ്യം 50 വർഷത്തിന് മേലെയാണെങ്കിൽ 30 വർഷത്തിൻ്റെ സാന്നിധ്യമുള്ള ശിവേട്ടനെ നമുക്ക് 39 കൊല്ലത്തെ ശിവേണ്ട യാത്ര എന്ന് പറയുമ്പോൾ 39 കൊല്ലം മുമ്പുള്ള കാഴ്ചകൾ ഒന്ന് ഓർത്തെടുത്താൽ എങ്ങനെ ഇരിക്കും? അന്നത്തെ കാഴ്ച പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട് പിടിച്ചൊരു സമയമായിരുന്നു ആ കാലഘട്ടം. ഇത് ഞാൻ വരുന്ന സമയത്ത് ആവണാവ് തമ്പുരാന്റെ കസ്റ്റഡിയിലായിരുന്നു അമ്പലം അല്ലേ? അപ്പൊ അന്ന് തമ്പുരാനാണ് പൈസക്ക് തരിക. അപ്പൊ അന്ന് വളരെ ചെറിയ തുച്ഛമായ പൈസയും അതിൽ സൗകര്യക്കുറവ്. കരികല്ലുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് വിരിച്ച് കിടക്കുക എന്ന് പറഞ്ഞാലേ ആ ഒരു സുഖം വേറെയാ. കാരണം വീട്ടില് 10 പട്ടുമത്തേൽ കിടന്നാലും ആ സുഖം കിട്ടില്ല. ആ കിടന്നതിന്റെ ഓർമ്മയില്ലേ? ശരിക്കും ചാത്തക്കുടത്തിന്റെ ഒരു 100 കിലോമീറ്ററിനടുത്താണ് നടത്തമെന്നാണ് പറയണത്. ഇത് ഏതാണ്ട് ഒറ്റയ്ക്ക് നടന്ന് തീർക്കാറുണ്ടല്ലേ? അകത്തും പരമാവധി ഞാൻ നടന്നിട്ടേ പോറിയല്ലോ. ഇപ്പോൾ ഞാൻ നടത്തൊന്നും കുറയ്ക്കാറില്ല. ആ സമയത്ത് ഒരു ക്ഷീണ അല്ലെങ്കിൽ എന്തെങ്കിലും മുടക്ക അല്ലെങ്കിൽ വയ്യായി എന്തെങ്കിലുമൊക്കെ വരാമല്ലോ, ഒരു വലിയ ശൂന്യങ്ങളൊക്കെ വരാം. ഞാനൊരു 7 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇത്രയും കൊല്ലമായിട്ടൊന്നും മുടക്കുന്നതല്ല.
ഇപ്പൊ നാളത്തെ നമുക്ക് പറയാൻ അല്ല അങ്ങനെയല്ല, അതായിരിക്കും പറയാൻ ഇതുവരെയുള്ള പറ്റില്ല. കാലഘട്ടത്തില് ഈ ഇത്രയും 39 കൊല്ലമായിട്ടും എനിക്ക് ഈ പൂര സമയത്ത് ഒരു മുടക്ക് വന്നില്ല. വയ്യായ അല്ലെങ്കിൽ എന്തെങ്കിലും ശൂന്യക്കേട ഒരു മുടക്ക് വന്നില്ല. ഭഗവാൻ നേരത്താകുമ്പോൾ ഇവിടെ എത്തിക്കും, ഒരു ക്ഷീണം തോന്നിയില്ല. ഇനിയിപ്പോ ഇത്രയും ദൂരം നടന്ന് ഓർക്കൊളുത്തി ആ ക്ഷീണ കാര്യങ്ങളില്ല. വീട്ടിൽ പോയൊരു 2-3 മണിക്കൂർ അടുപ്പിച്ച് കിടന്നുറങ്ങി കഴിഞ്ഞാൽ അതുവരെയ്ക്കുള്ള ഉറക്കത്തിലൊക്കെ പോയി, പിന്നെ ഒന്നും അറിയില്ല. പിന്നെ സാധാരണ എന്ത് ചെയ്യും നമ്മൾ. വളരെ ബൃഹത്തായ ഈ ദേവമേളയിൽ ഇങ്ങനെ പറയാനും പരിചയപ്പെടുത്താനും നിരവധി ആളുകളുണ്ട്. ഇവരൊക്കെ ഇതിൻ്റെ പിറകിൽ അശ്രാന്തമായി പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ലോകർക്ക് മുമ്പിൽ ഈ പൂരം ഇത്രയും മനോഹരമായി നടക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമസ്കരിക്കേണ്ടത് ഇത്തരം ആളുകളെയാണ്. ഇതിൻ്റെ ഓരോ സംഘാടകർക്കും പെരുവന മാറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട് വരുന്ന അമ്പലങ്ങളിലെ ഓരോ സംഘാടകർക്കും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും നമ്മൾ മനസ്സുകൊണ്ട് നന്ദി പറയാണ്. കാരണം ഇവരുടെ അറിഞ്ഞും അറിയാതെയും അല്ലെങ്കിൽ പുറംലോകത്ത് അറിഞ്ഞും അറിയാതെയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളാണ് ഒരു പൂരത്തെ അതിനെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നത് എന്ന് തീർച്ചയായും പറയേണ്ടി വരും. ഇനി ലോകരൊന്നും അധികം അറിയാത്ത പെരുവനം പകൽപൂരം. ഊരകത്തമ്മ തിരുവടി വരുന്നു, പിഷാരിക്കൽ ഭഗവതി വരുന്നു, ചാത്തക്കുടം ശാസ്താവും തിരുവള്ളക്കാവ് ശാസ്താവും ഒരു ആനപ്പുറത്തും. അപൂർവമാണ് ഈ ഒരു ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ്. ഇവരൊക്കെ കൂടി ഒരുമിച്ച് എല്ലാ ചടങ്ങുകളോടും കൂടി, എന്നാൽ ചടങ്ങുകൾക്കൊക്കെ അതിൻ്റെ ചെറിയൊരു രൂപം മാത്രമേ ഉള്ളൂ. ഒരു ഇടവഴി പൂരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിലും കുറച്ചും കൂടി വിപുലമാണ്, ഇടവഴി പൂരത്തിനേക്കാൾ കുറച്ചും കൂടി വിപുലമാണ്. എന്നിട്ട് പെരുവനത്തപ്പനെ പ്രതിഷ്ഠം ചെയ്ത് ഉപചാരം ചൊല്ലി പിരിഞ്ഞ് അതിനിടയിൽ പട്ടിണി ശംഖുമുണ്ട്. എല്ലാം വിശദമായി ഒരു ചെറിയ ഒരു പൂരം നമുക്ക്, പെരുവനത്തെ പകൽ പൂരം നമുക്ക് കാണാം. പൂരം ജനിച്ച മണ്ണ്. അതെ, പെരുവനം നടവഴിയിലൂടെ പൂരം എഴുന്നള്ളിച്ച് കയറ്റപ്പൂരമായിട്ട് വരികയാണ്. പൂരം കാണാനായിട്ടുള്ള ഒരു ഗാലറി, അത് പൂരം ജനിച്ച മണ്ണിൽ തന്നെ അങ്ങനെ ഒരു ആശയം ജനിക്കുകയും അതിനൊരു ഗാലറി ഉണ്ടാവുകയും ചെയ്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരിടം. കത്തുന്ന ചൂടാണ്, അറിയാലോ. തണൽ നോക്കി നിൽക്കുകയാണ് പൂരം. അതുപോലെ പെരുവനത്തെത്തുമ്പോൾ എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും അവർ സംഭാരം ഒരുക്കിയിരുന്നു. ആവശ്യം പോലെ വരുന്നവർക്ക് എല്ലാവർക്കും അവരോടും പ്രത്യേകം നന്ദി പറയുന്നു.
വിയർപ്പില്ലല്ലോ. മറച്ചും തിരിച്ചും ഒക്കെ പിടിക്കും. പെരുവനം അമ്പലത്തിൻ്റെ കഥ പറയുമ്പോൾ 2000 കൊല്ലത്ത് പഴക്കം ആണ് അമ്പലത്തിൻ്റെ കഥയിൽ പറയുന്നത്. 2000 അല്ല, അതിൽ കൂടുതൽ തന്നെ പോകുന്നു. അവിടുത്തെ മരങ്ങൾക്കും പറയാനായിട്ട് നിരവധി കഥ ഉണ്ട്. ഇങ്ങനെ പലപ്പോഴും വന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ഇവിടെ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു കാഴ്ച വളരെ മനോഹരമായിട്ട് തോന്നിയപ്പോൾ പ്രത്യേകം എടുത്താണ്. അപ്പോഴാണ് സന്ദീപ് അവിടെ ഇരുന്നത്. ഊരകത്തമ്മ തിരുവടി പുറത്തേക്ക് എഴുന്നള്ളണമെങ്കിൽ പള്ളിവാളുണ്ടാവണം. പല്ലിശ്ശേരിയിലത്തെ പല്ലിശ്ശേരി അവകാശിയാണ്. ചെറിയൊരു വിശ്രമ സമയമാണ്. ഇനി നമുക്ക് പത്നി ശങ്കൊന്ന് കേൾക്കാം. ഉപചാരങ്ങളൊന്നുമില്ലാതെ ഗോപുരം കടന്ന് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി തിരികെ പോവുകയാണ്. അടുത്തത് ഉപചാരമാണ്. ചാത്തക്കുടം ശാസ്താവും അല്ലെങ്കിൽ തിരുവള്ളക്കാവ് ശാസ്താവും ചാത്തക്കുടം ശാസ്താവും ചേർന്ന് ഊരകത്തമ്മയ്ക്ക് നൽകുന്ന പരസ്പരം നൽകുന്ന ഉപചാരം. ഇത് കഴിഞ്ഞാൽ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ ഉപചാരങ്ങൾ ഇവിടെ നിന്ന് അവസാനിച്ചു എന്നുള്ളതാണ് ഈ ഒരു പൂരം ജനിച്ച മണ്ണിൽ നിന്ന്. ശ്രീലക്ഷ്മി കൃപാകരേ ഹേരമ്മ സർവമംഗളേ. ശ്രീലക്ഷ്മി കൃപാകരേ ഹേരമ്മ സർവമംഗളേ. വാക്കെല്ലാം പൂക്കുന്ന ദിക്കായ ദിക്കിൽ വാഴും ശിവേ ശങ്കരി. വേദങ്ങൾ നാദങ്ങൾ തുമ്പിൽ തൂവും ദേവി മഹാമംഗളേ. നെഞ്ചിൽ കനക്കുന്ന നോവിൽ പിടഞ്ഞിന്ന് നിന്നെ തിരഞ്ഞെത്തി ഞാൻ. കൈകൂപ്പി നിൽക്കുമ്പോൾ മോതാവിൽ ചുംബിച്ചു മാറോട് ചേർത്തില്ലയോ കൃപാകരി. കൃപാകരി മൂകാംബികാദേവി. കൃപാകരി ദേവി ദേവി. കൃപാകരി മൂകാംബികാദേവി. ശ്രീലക്ഷ്മി കൃപാകരി ഹേളമ്മ സർവമംഗളേ. ശ്രീലക്ഷ്മി കൃപാകരി ഹേളമ്മ സർവമംഗളേ.
കുടഞ്ഞിടാനിടാ കൂട മഞ്ഞും അലഞ്ഞലഞ്ഞലഞ്ഞിടാം കൂട ജാതി ഉഷസിലെ വിളക്കിലെ തിരിനാളം കൊളുത്തുവാൻ കുളിച്ചു വന്നതു സൂര്യൻ സൗവർണിക തീർത്ഥങ്ങളിൽ സൗവർണമേഘത്തിൻ തേര് ഈ കാട്ടിലെ പൂങ്കാറ്റിലും ശ്രീശങ്കരാചാര്യ മന്ത്രം മുന്നിലെത്തേണ്ട നേരങ്ങളിൽ മാത്രം എന്നെ ആ കോവിൽ നടയിൽ വരുത്തുന്നൊരംബികേ വാക്കെല്ലാം പൂക്കുന്ന ദിക്കായ ദിക്കിൽ വാഴും ശിവേ ശങ്കരി വേദങ്ങൾ നാദങ്ങൾ നാത്തുമ്പിൽ തൂകും ദേവി മഹാമംഗളേ നെഞ്ചിൽ കനക്കുന്ന നോവിൽ പിടഞ്ഞിന്ന് നിന്നെ തിരഞ്ഞെത്തി ഞാൻ കൈകൂപ്പി നിൽക്കുമ്പോൾ മൂതാവിൽ ചുംബിച്ചു മാറോടു ചേർക്കില്ലയോ കൃപാകരീ